ഭരണത്തിൽ വരണയിൽ നമുക്ക് യാതൊരു പ്രയാസമോ ഒന്നുമില്ല. നല്ലത് ചെയ്യുന്ന ഏതൊരു വ്യക്തി വന്നിരുന്നാലും നാട്ടിലെത്തിക്കാൻ നല്ലതായിരിക്കും. വളരെ സന്തോഷമാണ് നമുക്ക്. കാരണം നല്ല കഴിവുള്ള വ്യക്തിയാണ്. ഇത് ഇനി കുറച്ച് മാറ്റങ്ങൾ വരാറുണ്ട് ഇതിൽ. കാരണം ഇപ്പം BJP ഇപ്പോൾ വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അവർ ഇവിടെ കേരളത്തിൽ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ല മാറ്റങ്ങൾ വരണം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള എല്ലാ യോഗ്യതയുള്ള വ്യക്തിയാണ്. അപ്പോൾ അവങ്ങൾക്കുള്ള പെൻഷൻ പോലും ഇല്ല. 1600 തരണം, 1300, 200 ഒരു മാസം തരണത്. അത് മാസം തോറും ഉണ്ടോ? ഇനി എന്തിനു പിന്നെ അവർ ഇരുന്ന് വരട്ടെ എന്നാണ് മക്കളെ, വരട്ടെ. ഇന്ന് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആ ഭരണം വന്നപ്പോൾ ന്യൂനപക്ഷക്കാർക്കും അവർക്കും മറ്റുള്ളവർക്കും ഒരു സമാധാനം അതുകൊണ്ട് ഉണ്ട്. വലിയ അഴിമതി ഇല്ലാത്ത രീതിയിൽ കൂടെയാണ് പോകുന്നത്. എനിക്ക് ഒട്ടും ഞങ്ങൾക്ക് വിശ്വാസമൊന്നും പറയാനായിട്ടില്ല. ഇന്ന് വരെ ആയിട്ട് ഞങ്ങൾക്കൊരു ആനുകൂല്യം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഏത് BJP അല്ല ആര് കയറിയിരുന്നാൽ നമ്മൾ പറയുന്നത് നാട് നന്നാവണം, പെണ്ണുങ്ങൾ സുരക്ഷിതയാകണം. പുതിയ ഭരണം വരട്ടെ എന്നുള്ളതാണ്. വരട്ടെ എന്നാണ് മക്കളെ, വരട്ടെ എന്നാണ് ഞങ്ങൾ പറയണത്. എന്തോന്നിനെ അവനൊക്കെ കൊടുക്കണത് കള്ളന്മാർക്ക് പറ. എന്തോന്നിന് എന്തെങ്കിലും ഒരു ആദായം ഉണ്ട്? അപ്പം അവങ്ങൾക്കുള്ള പെൻഷൻ പോലും ഇല്ല. 1600 തരണം, 1300, 200 ഒരു മാസം തരണത്. അത് മാസം തോറും ഉണ്ടോ? ഇനി എന്തിനു പിന്നെ അവർ ഇരുന്ന് വരട്ടെ എന്നാണ് മക്കളെ, വരട്ടെ. അവർ അവിടെ ഇരുന്നും കൊണ്ട് അയച്ചാലും നമുക്ക് ആക്കും തരണില്ല. കേന്ദ്രത്തിൽ നിന്ന് വാരിയും കോരിയും അയക്കുകയല്ലേ മക്കളെ, പറ. നമ്മളത് TV വാർത്തയിൽ കേൾക്കയില്ലേ? എനിക്ക് പഠിത്തമില്ല മക്കളെ, എങ്കിലും ഞാൻ വാർത്ത ഇട്ട് കേൾക്കും. എനിക്കതാണ് ഇഷ്ടം. എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കണം. ഒരു ആനുകൂല്യം അവരെ കൊണ്ട് എന്തോന്നുണ്ട്? അവർ കുറേ കൈയിട്ട് വാരും, അതേ ഉള്ളൂ. നല്ല അമ്മയുടെ ആഗ്രഹം പോലെ പുതിയ ഭരണം വരട്ടെ. ഭരണം വരട്ടെ മക്കളെ, വരട്ടെ. ഇന്നാണ് മക്കളെ വരട്ടെ. എൻ്റെ 3 മക്കളാണ് വരട്ടെ. BJPയിൽ വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാട് നന്നാവണം, നാട് നന്നാവണം, പെണ്ണുങ്ങൾ സുരക്ഷിതമായിട്ട് നടക്കണം. ഇതൊക്കെയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊന്നും ഏതും മന്ത്രിമാർ കയറിയിരുന്നാലും ഞങ്ങൾക്കില്ല. പക്ഷെ മറ്റുള്ള സമുദായക്കാർക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. മത്സ്യത്തൊഴിലാളികൾ ഞാൻ 10-30 വർഷം കൊണ്ട് എനിക്ക് മത്സ്യക്കച്ചവടമാണ്. ഇന്ന് വരെ ആയിട്ട് ഞങ്ങൾക്കൊരു ആനുകൂല്യം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഏത് BJP അല്ല ആര് കയറിയിരുന്നാൽ നമ്മൾ പറയുന്നത് നാട് നന്നാവണം, പെണ്ണുങ്ങൾ സുരക്ഷിതയാകണം. രാജീവ് ചന്ദ്രശേഖരന് നമുക്ക് പരിചയമുള്ള മുഖമാണ്. അപ്പോൾ അദ്ദേഹത്തിൽ എന്തെങ്കിലും വിശ്വാസമുണ്ടോ? എനിക്ക് ഒട്ടും ഞങ്ങൾക്ക് വിശ്വാസമൊന്നും പറയാനായിട്ടില്ല. ഞങ്ങൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്കാർ കയറിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തെന്നുള്ളതുകൂടെ ഞങ്ങൾക്ക് അറിയത്തില്ല. കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ ഭരണം നടത്തിയിട്ടുള്ളത്. അവർ നമുക്കൊന്നും ചെയ്തിട്ടില്ല. ഒരു മന്ത്രി നമുക്കൊന്നും ചെയ്തിട്ടില്ല. അല്ല, അപ്പം ഭരണത്തിൽ വരാത്ത ഒരാൾ നമുക്ക് നല്ലത് ചെയ്യുമോ ഇല്ലയെന്ന് നമുക്ക് പറയാം. ചെയ്യുമോ ഇല്ലെന്നുള്ളത് അത് അവരെ ഇഷ്ടമാണ്. അവർ ചെയ്യുന്നത് അവരെ മനസ്സാക്ഷിയാണ്. അവർക്ക് എന്ത് ഒരു നാട്ടിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അത്ര അവർ ചെയ്യണം. ഭരണത്തിൽ വരണയിൽ നമുക്ക് യാതൊരു പ്രയാസമോ ഒന്നുമില്ല. നല്ലത് ചെയ്യുന്ന ഏതൊരു വ്യക്തി വന്നിരുന്നാലും നാട്ടിലെത്തിക്കാൻ നല്ലതായിരിക്കണം. പിന്നെ ന്യൂനപക്ഷ അവർക്ക് ഒരു സമാധാനം, ഒരു സുരക്ഷ വേണം. അവർ വെളിയിൽ ഇറങ്ങിപ്പോയാൽ അതിനുള്ള സുരക്ഷ ഉണ്ടാവണം. ഒരു പേടി ഭയം ഉണ്ടാവാൻ പാടില്ല. ഈ ആര് ഭീഷണിപ്പെടുത്തുന്നോ അവരെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റണം. അത് ഏത് ജാതിയിൽപ്പെട്ടതായിരുന്നാലും, മുസ്ലിമിലായിരുന്നാലും ശരി, ക്രിസ്ത്യാനിലായിരുന്നാലും ശരി, ഹിന്ദുക്കളിലായിരുന്നാലും ശരി, അത് മറ്റു ന്യൂനപക്ഷക്കാർക്ക് വേണ്ടി എന്തെങ്കിലും വന്നിരുന്നാൽ അതിനെ തുടച്ചു മാറ്റണം. അത് ഇവിടെ ഇല്ലാതാവണം. ഇന്ന് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആ ഭരണം വന്നപ്പോൾ ന്യൂനപക്ഷക്കാർക്കും അവർക്കും മറ്റുള്ളവർക്കും ഒരു സമാധാനം അതുകൊണ്ട് ഉണ്ട്. വലിയ അഴിമതി ഇല്ലാത്ത രീതിയിൽ കൂടെയാണ് പോകുന്നത്. BJP വരണയിൽ ശത്രുവല്ല, BJP വരണം. പക്ഷേ ഈ അന്യായങ്ങളെ തുടച്ചു മാറ്റണം. ജാതി മതമില്ലാതെ തുടച്ചു മാറ്റണം. ഇതാണ് സത്യം. നമുക്ക് അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ഒരുപാട് പറയാനൊന്നും അറിയില്ല. പക്ഷെ എന്നാലും നല്ലൊരു വ്യക്തിത്വമാണെന്നും പിന്നെ ഇവിടെ നാടിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുമെന്നും പ്രതീക്ഷയുണ്ട്. പിന്നെ നന്നായിരിക്കും. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുത്തെ നാട്ടുകാരും ജനങ്ങളും ഇവിടെ കാണുന്നില്ലേ, നാട്ടുകാരുടെ ദൈനംദിന ജീവിതത്തെ വരെ ബാധിക്കുന്ന രീതിയിലാണ് വിലവരവും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സാധാരണക്കാരായ എല്ലാവരും, ചെറുകിട കച്ചവടക്കാരായാലും എല്ലാവരും ഒരുപാട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ നന്നായിരിക്കും. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതോ BJP എന്ന രാഷ്ട്രീയത്തെ?
രണ്ടും. കാരണം സെൻട്രലിൽ ബി ജെ പി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് അവരെ ഇവിടെ ഇറക്കിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കർഷകരുടെ ഇതായിരുന്നാലും പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് സംഭവങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി, ആ വ്യക്തി ഒരു നല്ല വ്യക്തിത്വമാണെന്നും ജനങ്ങളോട് ഇടയ്ക്ക് ചേർന്ന് പെരുമാറാൻ പറ്റുന്ന ഒരാളാണെന്നും അങ്ങനെ കരുതിക്കൊണ്ട് ഒരുപാട് പ്രതീക്ഷയുണ്ട്. വന്നാൽ നന്നായിരിക്കും എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇവിടെ BJPയുടെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെക്കുറിച്ച് വളരെ സന്തോഷമാണ് നമുക്ക്. കാരണം നല്ല കഴിവുള്ള വ്യക്തിയാണ്. ഇത് ഇനി കുറച്ച് മാറ്റങ്ങൾ വരാറുണ്ട് ഇതിൽ. കാരണം ഇപ്പം BJP ഇപ്പോൾ വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അവർ ഇവിടെ കേരളത്തിൽ വരണമെന്നാണ് നമ്മൾ ആഗ്രഹം. ഇനി നല്ല മാറ്റങ്ങൾ വരണം. വന്നാലേ നമുക്ക് ഇനി പുതിയ തലമുറയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് എല്ലാം തലമുറകളെല്ലാം നശിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കഞ്ചാവും മയക്കുമരുന്നിനോട് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ഭരണം വന്ന് പുതിയ മാറ്റങ്ങൾ വന്ന് തലമുറയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം. അതിനുവേണ്ടി ശ്രമിക്കണം. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുള്ളിയുടെ മുഖം അത് തീർച്ചയായിട്ടും. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള എല്ലാ യോഗ്യതയുള്ള വ്യക്തിയാണ് അദ്ദേഹം വരാൻ സുരേഷ് ഗോപി സാറിനും ഉണ്ട്, അദ്ദേഹത്തിനും ഉണ്ട്. അത് വരണമെന്നാണ് നമുക്ക് ആഗ്രഹമുള്ളത്. നമുക്ക് അതാണ് വരണമെന്നാണ് തീർച്ചയായിട്ടും. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അങ്ങേരം ഇവിടെ ജയിച്ചു വരേണ്ട ഒരു വ്യക്തിയായിരുന്നു. എന്തോ അബദ്ധത്തിൽ തോറ്റുപോയി. ജയിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ ഇന്ന് തിരുവനന്തപുരം എന്തായാലും പുരോഗമനപ്പെടുത്തിയേനെ. തീർച്ചയാണ് തോൽക്കൂല തിരുവനന്തപുരം. പക്ഷെ എന്തോ അബദ്ധത്തിൽ ഇനിയും ഇതാ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങേരിതാ സ്ഥാനം ഏറ്റുകഴിഞ്ഞു. തിരുവനന്തപുരമല്ല, കേരളത്തിലെ വൈസ് പ്രസിഡൻ്റായിട്ട് BJPയുടെ. ഇനി അങ്ങേര് കേരളത്തിനെ സൂക്ഷിക്കും. ഈ മന്ത്രിസഭ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. വരും. വന്നാൽ പിണറായി മുഖ്യമന്ത്രി ഇല്ല, വന്നിരിക്കും. മൂന്നാമത് ഞാൻ മാത്രമല്ല, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. മൂന്നാമതും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അല്ല, എഡ്യൂക്കേഷൻ ഉള്ളവർ വന്നിട്ട് ഓരോ പാർട്ടിയെ നിയന്ത്രിച്ച് കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. ഇത്രയും നാളുണ്ടായിരുന്നവരുടെ മാറ്റങ്ങൾ വരുന്നതല്ലേ. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം വരട്ടെ. ഓരോരുത്തർ ഇരുന്ന് മാറി മാറി വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അവർ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമല്ലോ. അതനുസരിച്ച് വ്യത്യാസങ്ങൾ പറ്റുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലരും പുള്ളിയെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം അവർക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി അവർ ഉണ്ടാക്കിയെടുക്കില്ല. എന്നിട്ട് ബാക്കി അതിനനുസരിച്ചിട്ടല്ലേ വരും. എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് പുള്ളിയുടെ ഭരണത്തിലേക്ക്. ചേഞ്ച് വരട്ടെ. മൊത്തത്തിൽ ചേഞ്ച് വരുന്നതല്ലേ.